പല്ല് തേയ്ക്കാൻ മടിയാണോ? എങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതൽ. രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റാലും പല്ല് തേയ്ക്കുന്നതും വായ വൃത്തിയാക്കുന്നതും നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു ശീലത്തിൻ്റെ അഭാവം നമ്മുടെ വായുടെ ശുചിത്വത്തെ കാര്യമായി ബാധിക്കും. ഇപ്പോഴിതാ വായുടെ ശുചിത്വമില്ലായ്മ അർബുദത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. വിശദ വിവരവുമായി എത്നിക് ഹെൽത്ത് കോട്ട്. US ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ദിവസവും പല്ല് തേയ്ക്കാത്തതും വായ വൃത്തിയാക്കാതെയും ഉള്ളവരിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയത്. മോണ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ തന്നെയാണ് ഈ അർബുദത്തിന് കാരണമാകുന്നതും എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടാനും വായുടെ ശുചിത്വമില്ലാതെ കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി എന്താണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് നോക്കാം. തൊണ്ട, മൂക്ക്, ചെവി, വായ, നാക്ക്, ചുണ്ടുകൾ, കവിൾ, ഉമിനീർ ഗ്രന്ഥികൾ എന്നീ അവയവങ്ങളിലുണ്ടാകുന്ന ക്യാൻസറുകളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ഏതു ഭാഗത്താണ് ക്യാൻസർ എന്നതനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. നാക്ക്, കവിൾ എന്നീ ഭാഗങ്ങളിലുണ്ടാകുന്ന നിറവ്യത്യാസം, ഉണങ്ങാത്ത മുറിവുകൾ, മാറാത്ത പുണ്ണ്, മാറാത്ത തൊണ്ടവേദന, ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഉണ്ടാകുന്ന തടസ്സം, ശബ്ദത്തിലുള്ള വ്യത്യാസം, ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഭക്ഷണം തരിപ്പിൽ പോകുക, കഴുത്തിലുണ്ടാകുന്ന മുഴകൾ ഇവയെല്ലാം രോഗലക്ഷണങ്ങളാകാം. വായുടെ ശുചിത്വമില്ലായ്മ പ്രധാന വില്ലനാണ്. ഇവയിൽ പുകയില ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് സിഗരറ്റ്, ബീഡി, വെറ്റില മുറുക്ക് ഇവയുടെ എല്ലാം ഉപയോഗം എന്നിവയും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കാരണങ്ങളിൽ ഒന്നാമതാണ്. രണ്ടാമത് പ്രധാന കാരണം മദ്യപാനമാണ്. പിന്നെ സാധാരണയായി കാണുന്ന ഒരു കാരണം മൂർച്ച കൂടിയ പല്ലുകളിൽ അതിൻ്റെ ഫലമായി വായിലുണ്ടാകുന്ന ഉണങ്ങാത്ത മുറിവുകളുമാണ്. അതായത് ദീർഘകാലം നിലനിൽക്കുന്ന മുറിവുകൾ ക്യാൻസറായി മാറാൻ സാധ്യത കൂടുതലാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ ഒരു കാരണമായി പറയാറുണ്ട്. ഓറൽ സെക്സ് വഴി ഈ വൈറസ് ബാധ വരാൻ സാധ്യത കൂടുതലാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ തുടക്കത്തിലേ കണ്ടെത്താൻ മുകളിൽ പറഞ്ഞ റിസ്ക് ഫാക്ടറുകൾ, അതായത് പുകവലി, മദ്യപാനമുള്ളവരിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഓറൽ ക്യാവിറ്റി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്താൽ പലപ്പോഴും ഈ ക്യാൻസറിനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാനാകും. ഇനി രോഗം എങ്ങനെ വരാതെ നോക്കാം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. മദ്യപാനം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിപൂർണമായി ഉപേക്ഷിക്കുക എന്നതാണ് രോഗം വരാതെ നോക്കാനുള്ള പ്രധാനമായ ഒരു മാർഗം. അതുപോലെ മൂർച്ചയുള്ള പല്ലുകൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ശരിയാക്കണം. ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് രോഗം തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ ആളുകൾ ക്യാൻസർ സ്ക്രീനിങ്ങും ഒരു പരിധിവരെ രോഗം നേരത്തെ കണ്ടുപിടിക്കാനും അതുവഴി കൃത്യമായ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനും സഹായിക്കും. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.